ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എങ്ങനെയാണ് പുതിയൊരാളെ ഇങ്ങനെ കണ്ടെത്തുന്നത്? ചേട്ടൻ പറഞ്ഞു, എടാ എൻ്റെ ക്യാരക്ടറിൻ്റെ രൂപം അവരിൽ എനിക്ക് തോന്നിയാൽ മതി, ബാക്കി അവരെയും കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. ഏറ്റവും രസം എന്നെ ഞെട്ടിച്ചത് പ്രകാശ് വർമ്മ സർ. കാരണം ഇദ്ദേഹത്തിനെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഇദ്ദേഹം ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടാണ് ഇപ്പം മലയാളികൾ മൊത്തം ഇത് ആരാന്ന് ചോദിക്കുന്നു. വോഡാഫോണിൻ്റെ ആഡൊക്കെ ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലേ വേറെയാണ്. സൗദിയിലെ ഉമ്മയില്ലേ, അപ്പോൾ ഉമ്മാനെ കാസ്റ്റ് ചെയ്തത് ഏതോ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടിട്ടാണ്. അവർ ഇതിനു മുമ്പ് സ്ക്രീൻ ഡെയിലി പോലും പറയാത്ത ഒരാളാണ്. ഒരു സ്ഥലത്ത് കേട്ട പാട്ട് പോലും മൂളി പാടാത്ത ഒരാളാണെന്ന് തോന്നുന്നു ആ അമ്മ. പക്ഷേ അതിൽ പെർഫോമൻസ് കണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ എനിക്ക് ഞെട്ടിപ്പോയി. അല്ലാതെ ബിനുചേട്ടനും പറഞ്ഞു അതായത് അവർ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ വിഷയമാണ്. പക്ഷെ ആദ്യം പോയി സംസാരിക്കുക, അവർ ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട്. അതുപോലത്തെ ഒരു പരിപാടി ചെണ്ടയിലുണ്ട്. ചേട്ടൻ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ബൂസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ആർട്ടിസ്റ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ ചേട്ടൻ ഭീകരന. ചേട്ടൻ എന്താ പറയുക, ആ ക്യാരക്ടറിലേക്ക് അവരെ ആക്കി കളയും. അവരാ മൂഡിൽ അവിടെ നിൽക്കുക.